പ്രിയമക്കളെ, നമുക്ക് ഒരു വെണ്ടയ്ക്ക തീയൽ വെച്ചാലോ. അതിന് ആവശ്യമായ വെണ്ടയ്ക്ക, സവോള, തക്കാളി അരിഞ്ഞ ശേഷം നമുക്ക് തേങ്ങ തിരുമിയത് വേണം. തേങ്ങ തിരുമി എടുത്ത ശേഷം നമുക്ക് പാത്രം കഴുകി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങ തിരുമിയത് ഇട്ട് കൊടുത്ത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. അത് നന്നായി മൂത്ത ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം നന്നായി ചൂടായ ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇത് അരയ്ക്കാം. ഇനിയും പാത്രം കഴുകി അടുപ്പിൽ വെച്ച ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക വഴറ്റാനാണ് ഉപയോഗിക്കുന്നത്. വെണ്ടയ്ക്ക വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോള വഴഞ്ഞ ശേഷം അതിലേക്ക് ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട ശേഷം നന്നായി വഴന്ന ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കാൻ വെക്കാം. ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഇത് നമ്മുടെ വെണ്ടയ്ക്ക വെന്തോ എന്ന് നോക്കാം. നന്നായി വെന്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി അരപ്പ് ഒഴിച്ച് കൊടുത്തു അരച്ച് വെച്ച മിക്സി കഴുകി ജാറ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്കിനി കടുക് താളിക്കാം. പാൻ കഴുകി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടിത്തെറിച്ച ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുത്ത് കരിയാപ്പില ഇട്ട് കൊടുത്ത് കടുക് താളിച്ച് അതിലേക്ക് കറി ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി നമ്മുടെ തീയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തീയൽ റെഡി. നന്നായി ചോറ് കഴിക്കാൻ ഇത് നല്ലതാണ്.